നമ്മുടെ ഈ ചാനൽ. അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിലെ റോഡുകൾ നല്ല റോഡുകളാക്കാനും വീഡിയോ കറക്റ്റായിട്ട് ക്ഷയിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹായ് പറഞ്ഞ ചെക്കമ്മ. മാളയപ്പുറം ടീമിന്റെ തന്നെയാണ്. മാളയപ്പുറം ടൂറും തുടങ്ങും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ബാക്കി വിശേഷങ്ങളെല്ലാം എന്റെ ഇൻസ്റ്റാഗ്രാം പേജായ ദേവനന്ദ മാളയപ്പുറത്തിലൂടെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനൊരു 4 വരി പാട്ട് പാടിയിട്ട് നിർത്താം. അമ്പാടി തുമ്പി കുഞ്ഞും പച്ചോല തത്തപ്പെണ്ണും തുള്ളാട്ടം തുള്ളും നാടാണീ. മന്ദാര കൊമ്പിന്മേലെ 2 ആൾ കൂമാടിക്കൂടാൻ പൊന്നോ ഞാൻ കെട്ടും നാടണീ. ചെറുപൂങ്കാറ്റിനൊപ്പം പാടും അപ്പൂപ്പൻ താടിക്കൊപ്പം ചെന്നാലി അപ്പൂപ്പൻ കാവ്. നഗരത്തിൽ ഒരു പൂക്കും മലമേടടിവാറും ചെറുമഞ്ഞും ചന്തം ചൂടും നീ നാട്. നന്ദി, നമസ്കാരം. ദിവസത്തിന് ശേഷം അപ്പൊ ഒരുങ്ങി വന്നത് വേറെ ഒന്നല്ലാട്ട് നമ്മള് കേച്ചേരിയില് നമുക്കറിയണ കുർത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട്. കീർത്തി നമ്മള് കൂടുതൽ ഇവിടെ പെരുമ്പലാവിലും ഉണ്ട് അവളുടെ ഷോപ്പ്, അക്കിക്കാവിലുണ്ട് അവളുടെ ഷോപ്പ്. അക്കിക്കാവ് പഴിഞ്ഞ റോട്ടിലാട്ടോ അവളുടെ ഷോപ്പ് ഉള്ളത്. പിന്നെ ഇപ്പൊ കേച്ചേരിയില് അടുത്തൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്റെ ഓപ്പണിംഗ് തിരിഞ്ഞ വശം രക്ഷ മോളുടെ പേര് ബ്യൂട്ടി പാർലറാണ്. അപ്പൊ ഞാൻ കുറെ വർഷങ്ങളായിട്ട് എനിക്ക് പിരിയൻ ത്രെഡിന് ഒരു 2 വർഷത്തോളൊക്കെ ആയിട്ട് ഏകദേശം 1.5 വർഷത്തോളം അതിന് പരിചയപ്പെട്ടിട്ട് പിരിയൻ ത്രെഡിലും കാര്യങ്ങളും ഒക്കെ അവിടെ തന്നെയാണ് ചെയ്തിരുന്നത് കേട്ടോ. എനിക്ക് വേറെ ഇവിടെ പോയി ചെയ്താലേ എനിക്ക് പറ്റാറില്ല. ആക്കി കൂടുതലും കീർത്തി തന്നെയാണ് ചെയ്തത്. അപ്പോൾ കേച്ചേരിക്കാർക്ക് കൂടുതൽ അറിയാം. കീർത്തി അറിയാം. അങ്ങനെ വന്ന് ഷോപ്പ് കണ്ടിട്ടും ഒരു ഷോപ്പിലെ സ്റ്റാഫായിട്ട് നിന്നിരുന്ന ഒരാളാണ്. ഇന്നിപ്പോൾ 2 ഷോപ്പിന്റെ ഓണറും കൂടിയാണ്. അതാണ് ഏറ്റവും വലിയ അല്ലേ. നമുക്ക് അത് ഭയങ്കര സന്തോഷമല്ലേ. ഒരു ഷോപ്പിലെ സ്റ്റാഫായിട്ട് നിന്നിരുന്ന ആള് പെട്ടെന്ന് കുറച്ച് മാസങ്ങൾ കൊണ്ട് 2 ഷോപ്പിലെ ഒരു ഓണറായി മാറാന്ന് വെച്ചാൽ അതൊരു ഭാഗ്യമാണ്. അത് ആരും ചതിക്കാണ്ട് വഞ്ചിക്കാണ്ട് അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തുക അത് ഏറ്റവും വലിയ ഭാഗ്യം. ആരും അല്ലേ, നമ്മൾ ആരും ചതിച്ച് കൈപിടിച്ച് മേടിക്കല്ല. അത് സ്വന്തം നേടിയെടുക്കുമ്പോൾ അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ അവളുടെ കടയുടെ ഓപ്പണിംഗ് ആയിരുന്നു. അപ്പോൾ ഷോപ്പ് ഉദ്ഘാടനം ചെയ്ത് വേറെ ഒന്നല്ല, നമ്മുടെ മാളികപ്പുറമായിരുന്നു. മാളികപ്പുറം സിനിമയിൽ ആ കുട്ടി ഉണ്ടല്ലോ, ദേവനന്ദ മാളികപ്പുറം. അപ്പോൾ ആ മോളായിരുന്നു ഷോപ്പിന്റെ ഓപ്പണിങ്ങിന് വന്നത്. അപ്പോൾ നമുക്ക് ആ കുട്ടിയെ കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അതും നമുക്ക് ഒരുപാട് സന്തോഷമാണ്. എന്താ വെച്ചാൽ അല്ല, ആ കുട്ടിയെ കാണാൻ കിട്ടാതെ ഒരു ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. ഒന്നില്ലെങ്കിൽ ഒരു കുട്ടി ആർട്ടിസ്റ്റ് അല്ലേ. കുട്ടി എന്ന് പറഞ്ഞത് കുഞ്ഞോളല്ലേ. അതാണ്. അല്ലാണ്ട് അവള് അഭിനയത്തിൽ ചേർന്നതല്ല കേട്ടോ ഞങ്ങള് പറയണത്. കുഞ്ഞ മോളല്ലേ എന്നാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്.
എന്തൊരു ക്യൂട്ടാ, നല്ല സുന്ദരി മോള് കേട്ടോ, നല്ല ഭംഗിയുള്ള അച്ഛനും നല്ല ഭംഗിയുള്ള മോള്, അച്ഛനും മോള് നല്ല ഭംഗിയുള്ള ഒരു അച്ഛൻ്റെ മോള്. അപ്പോൾ അങ്ങനെ അവര് അച്ഛനും മോള് നല്ലൊരു സ്വഭാവമാണ്, അവരെ പരിചയപ്പെടാൻ പറ്റി, അതും നമുക്കൊരു ഭാഗ്യമായിട്ട് നമ്മൾ കണക്കാക്കണം കേട്ടോ. അങ്ങനെ അപ്പോൾ ആ ഷോപ്പിൻ്റെ ഒരു ഓപ്പണിങ്ങിന് പോയി. അപ്പം ഞങ്ങൾക്കും അവിടെ ഒരു ചെറിയ സ്ഥാനം, അവള് ചേച്ചിയുടെ ഏട്ടൻ്റെ സ്ഥാനം തന്ന്, അങ്ങനെയൊക്കെ എൻ്റെ ഏട്ടനും തിരിക്കി കൊളത്തി ദീപം കൊളത്താള്. അതെന്ന് വെച്ചാൽ ഒരു ഏട്ടൻ്റെ സ്ഥാനത്തായിരുന്നു കേട്ടോ. അത് നമുക്ക് ഭയങ്കര സന്തോഷം. എന്താ വെച്ചാൽ ആരില്ലാത്ത ഒരാൾക്കാർ നമ്മുടെ ഏട്ടൻ്റെ സ്ഥാനത്ത് നമുക്ക് ഒരു ഇത് തരിക എന്ന് പറയുമ്പോൾ അത് വലിയ കാലം. അപ്പോൾ നമ്മൾ അതിൽ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ്. പക്ഷേ ഇന്ന് അവൾക്ക് പോയിട്ട് നമുക്കൊന്നും ചെയ്യാനും കാര്യങ്ങളൊന്നും എനിക്ക് പറ്റിയെന്ന് വെച്ചാൽ ഒന്ന് മൊത്തത്തിൽ അവിടെ തിരക്കാണ്, ബന്ധുക്കളും കാര്യം. അപ്പോൾ നമ്മൾ ഇന്ന് കടയുടെ ഓപ്പണിങ് കഴിഞ്ഞ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പോകുന്നുണ്ട്. ഇനി 4 ദിവസം പോലെ പോയിട്ട് നമുക്ക് ത്രെഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്തായാലും നമ്മുടെ കാർത്തൂൻ്റെ പരിപാടിയൊക്കെ വരില്ല, അപ്പോഴേക്കും എന്തായാലും അവളുടെ അടുത്തേക്ക് ഒന്ന് പോയി വരും കേട്ടോ. നമ്മൾ സെറ്റാണ്. എന്തായാലും ഫേഷ്യലൊക്കെ ചെയ്യുകയാണെങ്കിൽ കാര്യം കീർത്തി അവിടെ ചെയ്യുമ്പോൾ തന്നെയാണ് എനിക്കൊരു കീർത്തി ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആത്മവിശ്വാസമാണ് അല്ലേ. അങ്ങനെ അപ്പം അങ്ങനെ ഒരു ഓപ്പണിങ്ങും കാര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ വീഡിയോ ഉണ്ട് എൻ്റെ. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഓപ്പണിങ്ങിന് പോകാൻ കിട്ടിയ ഒരു ഭാഗ്യമായിട്ട്. അപ്പോൾ ഞാൻ എല്ലാവരും നല്ലൊരു ഭംഗിയിൽ പോയി സന്തോഷത്തോടു കൂടി ആ ഷോപ്പിൻ്റെ ഓപ്പണിങ്ങൊക്കെ കണ്ടു അങ്ങനെ വന്നു കേട്ടോ. അപ്പോൾ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ, ഒരുപാട് ഷോപ്പിൻ്റെ ഉടമസ്ഥരാണ്, ഇനിയും 4 അങ്ങനെ അവളുടെ മോളുടെ പേരിക്കുള്ള വലിയൊരു ബ്രാഞ്ചായി മാറട്ടെ. അപ്പോൾ അങ്ങനെ അപ്പോൾ അതതിന് പോയി വന്നു. അങ്ങനെ ഞങ്ങൾ വിഷ്ണുമായുടെ അമ്പലത്തിൽ പോയി മനസ്സ് തൊഴുത് പ്രാർത്ഥിച്ചു. അപ്പോൾ തൊഴുത് പോകണത് കാരണം എന്താ വെച്ചാൽ ഇന്നലെ ആയിരുന്നു നമ്മുടെ ലക്ഷോറിലെ റിസൾട്ട് വരുന്നൊരു ദിവസം. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഗംഗാധര ഡോക്ടർ മോൻ്റെ റൂമിൽ കയറും കരഞ്ഞിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം. എന്താ പറയുക, മഴ പൊട്ടണ പോലെ കരഞ്ഞിട്ടാണ്. എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയിരുന്നില്ല എൻ്റെ കാര്യം. ഞാൻ ഇത്രയും നാൾ ഹോസ്റ്റലിൽ കയറി ഇറങ്ങിയിരുന്നു, ഞാൻ കരഞ്ഞിരുന്നില്ല. ഓപ്പറേഷത്തിന് പോകുമ്പോഴാണെങ്കിൽ ഞാൻ കരഞ്ഞിട്ടില്ല, ഇങ്ങനെ ഇതാക്കിയിട്ട് പോയില്ല. കരഞ്ഞിട്ട് എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ടില്ല. പക്ഷേ ഗംഗാധര ഡോക്ടർ മോൻ്റെ റൂമിൽ കയറി ഞാൻ കരഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട്. അപ്പോൾ ഡോക്ടറോട് എങ്ങനെ പറഞ്ഞു, മറ്റുള്ള അസുഖങ്ങളാണ്, പേടിയാണ്. പേടി വേറെ ഒന്നുമല്ല ഡോക്ടർക്ക്, 3 വയസ്സുള്ള മോളാണ് ചെറുത്, അതാണ് എൻ്റെ പേടി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആ 3 വയസ്സുള്ള മോൾക്ക് 35 വയസ്സ് വേണം, അമ്മ ജീവിച്ചിരിക്കും, അത് പോരെ എന്നോട്. മോൾക്ക് 35 വയസ്സ് വേണം, അമ്മക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് ജീവിക്കുക, അത് പോരെ എന്ന് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് റിസൾട്ടുകളും കാര്യങ്ങളും ഇന്നലെ കുറച്ച് കിട്ടി. ഇന്നലെ ടെസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ചെയ്തു. അൾട്രാ സ്കാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ചെയ്തപ്പോൾ നമ്മുടെ ബ്രസ്റ്റിൽ വീണ്ടും വന്നിട്ടുണ്ട്. വീണ്ടും നിപ്പിളുടെ ബാക്കിലാണ്. അത് എനിക്ക് 4 ദിവസമായിട്ട് നിപ്പിളുടെ ബാക്ക് വീണ്ടും ഒരു കഠിനമായിട്ടുള്ളൊരു വേദന തുടങ്ങിയിട്ടാണ്. അപ്പോൾ നിപ്പിളുടെ ബാക്കിൽ അത്, അപ്പോൾ ഞാൻ സ്കാൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു നിപ്പിളുടെ അവിടെ വേദനിക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ പുതിയതായിട്ട് വീണ്ടും ഒന്ന് വന്നിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വീണ്ടും അങ്ങനത്തെ മുഴകൾ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് പേടിക്കണ്ട, 100-ൽ 1-2 ആൾക്ക് വരുന്ന ഒരു അസുഖം. ബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അസുഖങ്ങളുണ്ട്. സർജറി ആയിട്ട് മാറ്റുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഇത് 100-ൽ 1-2 ആൾക്ക് വരുന്ന ഒരു കേസാണ്. പക്ഷെ നിങ്ങൾ ഒരിക്കലും അത് ക്യാൻസറായി വരുന്ന പേടിക്കണ്ട എന്ന് പറഞ്ഞു. ഈ ഭാഗത്തിന്റെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല, ക്യാൻസറിലേക്ക് എത്തും എന്നുള്ള ഒരു പേടി പേടിക്കണ്ട. ഇപ്പൊ അതിന്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. പക്ഷേ സ്റ്റീറോയിഡ് കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ടി വരും. കുറച്ച് നാൾ ഈ ചികിത്സ മുന്നോട്ട് ഇങ്ങനെ പോകണം. കുറച്ചാൾ ചികിത്സയ്ക്ക് തന്നെ വേണം, നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുക തന്നെ വേണം. ആ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും അതിൽ തന്നെ നമുക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഭവിഷ്യത്തിനും കാര്യങ്ങൾ നമ്മളത് നേരിടേണ്ടി വരും. അത് നമുക്ക് എന്താ പറയുക, എന്നോട് വന്നൊരു 25 മിനിറ്റ് നടക്കാൻ പറഞ്ഞിട്ടുണ്ട്, എക്സസൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഷുഗർ കൂടുന്നത് പിന്നെ ഒരു ഓപ്പറേഷൻ കൂടി വേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരത് എന്തടി എന്താ എന്താണ് ചോദിച്ചു. അപ്പോൾ ഒരു ഓപ്പറേഷൻ കൂടി വേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ആ ബ്രസ്റ്റിലുള്ള ഇത് പൂർണ്ണമായിട്ട് പോവില്ല. ഇപ്പോൾ സ്റ്റീറോയിഡ് കഴിച്ചിട്ട് ഇപ്പോൾ അതോടെ ഉണ്ടല്ലോ, അത് വരാണ്ടിരിക്കാനാണെങ്കിൽ സ്റ്റീറോയിഡ് ഞാൻ കഴിക്കണം. ഇപ്പോൾ അതുള്ള സ്ഥിതിക്ക് നമ്മളത് വീണ്ടും ഓപ്പറേഷൻ ചെയ്ത് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടി വരും. അത് എന്താണെന്ന് ആ സമയത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ 2 ആഴ്ച കൂടി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വന്ന് ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പേടിച്ചില്ലെങ്കിലും നമുക്ക് കുറച്ചാൾ ചികിത്സയും കാശിയാലും എന്തായാലും സ്റ്റീറോയിഡ് ഒരു പരിധി വരെ നമുക്ക് ഒരു 4 മാസം
അതുവരെയൊക്കെ സ്റ്റീറോയിഡ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത് ഒരു പരിധിയുണ്ട്. സ്റ്റീറോയിഡിൽ ഒരുപാട് നാൾ നമുക്ക് നമ്മുടെ അസുഖത്തിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. അത് ഡോക്ടർമാരെന്നെ പറയുന്നത് പല അവയവങ്ങൾക്കും അത് ബാധിക്കും. സ്റ്റീറോയിഡ് ഇങ്ങനെ കുറച്ച് സ്റ്റീറോയിഡൊപ്പം കഴിക്കുന്ന ഗുളികളാണ് കേട്ടോ നമ്മുടെ കിഡ്നി ലിവർ അങ്ങനെയുള്ള ബാധിക്കുന്നത്. സ്റ്റീറോയിഡോട് നമുക്ക് വരുന്ന പ്രശ്നം അനുസരിച്ച് ഷുഗർ, പ്രഷർ, അങ്ങനെ കിതപ്പ്. എന്നോട് വെച്ചാൽ സ്റ്റീറോയിഡ് എങ്ങനെയാണ് എന്തൊക്കെ ബുദ്ധിമുട്ടുള്ള അന്നത്തെ ബുദ്ധിമുട്ടുകളൊക്കെ കുറഞ്ഞു തുടങ്ങി വെച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേക്ക് എൻ്റെതേ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പോഴും ഉണ്ട് എന്ന്. അപ്പോൾ ഡോക്ടർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഒരു ഗുളിക എഴുതിയതിൻ്റെ കഴിക്കുമ്പോൾ കുറച്ച് ഉറക്കും ക്ഷീണം തളർച്ചയൊക്കെ വരും, എന്നാലും പേടിക്കണ്ട. എന്താ വെച്ചാൽ അത് ഭയങ്കര ഡോക്ടർ പറഞ്ഞു ഭയങ്കര കഠിനമായിട്ടുള്ള വേദനയുള്ള ഒരു അസുഖമാണ്. ഡോക്ടർ പറഞ്ഞു കഠിനമായിട്ട് വേദന അസുഖം. അപ്പം നിങ്ങൾക്ക് ആലോചിച്ചാൽ പിന്നെ വേദന കുറേ കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ്. എനിക്കറിയാലോ, ഞാൻ കുറേ കൺട്രോൾ ചെയ്യുന്ന ആളാണ്. വേദന അത്രയും സഹിക്കാൻ പറ്റാണ്ടാകുമ്പോൾ മാത്രമേ ഞാൻ പുറത്തേക്ക് പ്രകടിപ്പിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു പരിധി വരെയൊക്കെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ 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 സത്യം പറഞ്ഞിടയ്ക്ക് രാത്രി നെഞ്ചത്ത് വേദനയായിരുന്നു. രാത്രിയൊക്കെ വൈകാണ്ടായിട്ട് പോയിട്ട് നല്ലോണം ശ്വാസം വലിക്കും വീണ്ടും ഇന്നലെ രാത്രി വന്ന് കിടന്നിട്ട് പിന്നെ പിന്നെ അങ്ങനെ അത് മാറി. അതങ്ങനെ കുറെ മാറണവർ വെച്ചിരിക്കുകയാണ് വേദന വന്നിട്ട്. കുഴപ്പമുണ്ടായില്ല. അപ്പൊ ഞാനും കിടന്നുറങ്ങിപ്പോയി, ക്ഷീണത്തിൽ കിടന്നുറങ്ങിപ്പോയി. ഔട്ടാ അല്ല, അത് അത്ര നല്ല സുഖമുള്ള ഏർപ്പാടല്ല. നെഞ്ചത്ത് വേദന വന്നിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. നിങ്ങള് മനസ്സുകൊണ്ട് ഹാപ്പി ആയിട്ട് നടക്കുക. നിങ്ങളുടെ ജീവിതം ഒരു വിധത്തിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. കുറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ പറയുന്നത് പ്രശ്നങ്ങളില്ലാത്ത ലൈഫില്ല. ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഭയങ്കര ഡ്രസ്സ് ഞാൻ പറഞ്ഞിട്ട് നമുക്കൊരു സമൂഹത്തിന്റെ മുന്നിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കത് മുഷിഞ്ഞ ഡ്രസ്സോ കീറിയ ഡ്രസ്സോ ഒരു രൂപത്തിൽ നമുക്ക് പോകാൻ പറ്റുമോ? അതിപ്പോ എന്താ ഒരു ഫംഗ്ഷൻ അല്ല. അല്ലെങ്കിൽ നമ്മൾ പോകുമ്പോ നല്ല നീറ്റായിട്ടുള്ള ഡ്രസ്സ് ഇടുക, നീറ്റായിട്ട് പോവുക. അത് ഞാൻ ജനിച്ചു വളർന്നു വന്ന എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പഠിച്ചു വന്ന ഒരു രീതിയാണ്. എവിടെ പോവാണെങ്കിൽ അമ്മ എൻ്റെ അച്ഛനും ഉള്ളതുകൊണ്ട് നല്ലപോലെ നല്ല ഡ്രസ്സും കാര്യങ്ങളും മേടിച്ച് തന്നിട്ട് ഇട്ടിട്ട് തന്നെയാണ് നടത്തിയത്. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് പോകുമ്പോൾ ആ നീറ്റിലെ പുറത്ത് പോകണം. എൻ്റെ കുഞ്ഞിനായാലും പൊന്നിനും കുട്ടിക്കാലം തൊട്ട് ഞാൻ എൻ്റെ ഡ്രസ്സിൽ കുറച്ച് മോശമാക്കിയാലും അവരെ കാര്യങ്ങൾക്കൊന്നും ഞാൻ മോശമാക്കാറില്ല. ഇപ്പോഴും അവർ ബെസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അവർ നല്ല ഇന്ത്യയിലുള്ളതിലും നല്ലതും കൊണ്ട് നടക്കുകയാണെങ്കിലും അവർ വൃത്തിയിലും നീറ്റ്നെസ്സിലും കൊണ്ടുപോകും. അത് എന്നെ ചുറ്റിലുള്ള കാര്യം ഒരു ഫംഗ്ഷൻ ആയാലും ഇങ്ങോട്ട് വരികയാണെങ്കിലും അവർ നല്ല വൃത്തിയുള്ള ഡ്രസ്സായാലും ചെരുപ്പങ്ങി ആയാലും എല്ലാം നീറ്റായിട്ട് എടുക്കുക. എന്ന് വെച്ചാൽ അത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പഠിച്ച ശീലമാണ് ഞാൻ എൻ്റെ മക്കളിൽ. അപ്പോൾ അവർ നാളെ ഇപ്പോൾ കാർത്തൂര് എന്ത് പൊന്നെടുക്കുമ്പോൾ നമ്മൾ കാർത്തൂര് ഇങ്ങനെ കാർത്തൂര് അങ്ങനെയാണ് കാർത്തൂര് ഇത് അതെന്താ വെച്ചാൽ അത് ഞാൻ അങ്ങനെയാണ് എൻ്റെ മുളക്. അപ്പോൾ അവൾക്ക് അവളുടെ മുള നോക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതങ്ങനെ ഓരോ തലമുറകളായിട്ട് ഇങ്ങനെ കൈമാറി വരുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഇവർക്ക് കണ്ടില്ല, ഇവർക്ക് കാശിന് അങ്ങനെ പറയണവരും കുറെ ആൾക്കാരുണ്ട്. കണ്ടപ്പോ എന്താ സുഖം അത് പറയണവരുണ്ട്, കണ്ട എന്താണ് അസുഖം. പക്ഷെ ഞങ്ങളെ ഈ ആസ്ട്രലിൽ വെച്ച് പലരും കണ്ടവരുണ്ട്. ഒരു പ്രാവശ്യം ഈ വീഡിയോ കാണുന്നവരെന്നെ ഇഷ്ടം പറഞ്ഞാൽ ആസ്ട്രലിൽ എത്രയോ പ്രാവശ്യം കണ്ടവരുണ്ട്. പിന്നെ ലക്ഷോറിൽ വെച്ച് കണ്ടവരുണ്ടില്ലേ, പല ഹോസ്പിറ്റലുകളിൽ വെച്ച് ഇങ്ങനെ അടുത്തടുത്ത് ഇപ്പൊ കണ്ടവരുണ്ട്. അതാണ് എന്റെ കൗളിങ്ങനെ വിടുത്തു വരിക, വയറ് വീർത്ത് വരിക. എന്നോട് എന്റെ ഫ്രണ്ടാണ് പറഞ്ഞു ഇവിടെ കൊണ്ട് ഇങ്ങനെ ക്ഷീണിച്ചു വരികയാണ്. ആ സത്യ ഇവിടെ കൊണ്ട് ഇടിഞ്ഞ് വെയിറ്റ് കുറവാട്ടെ. 90 കിലോ ഉണ്ടായിരുന്നിടത്തുനിന്ന് 83 വന്നായിരുന്നു. പിന്നെ ഇപ്പൊ സീറോഡ് കാരണം വെച്ചപ്പോൾ അത് 86 എത്തിയിരുന്നു. അപ്പോൾ ഓപ്പറേഷനത്തിന്റെ സമയത്ത് 83 പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അപ്പോൾ അസുഖം ഇപ്പോൾ പലരും പല ടൈപ്പാണ്. ഇപ്പോൾ എൻ്റെ പൊന്നിൻ്റെ ഒരു കമൻറ്റ് ബോക്സിൽ കണ്ടു ആ പറമ്പിൽ എന്താ ഒരു വാഴ എന്ന് ചോദിച്ചു. അപ്പോൾ വാഴ അത്ര മോശമായ സാധനമാണ്. വാഴ ആരുടെയും പറമ്പിലില്ലേ? ചിലപ്പോൾ ഞങ്ങളുടെ അപ്പം നാട്ടിലൊക്കെ പറമ്പിൽ വാഴയാണ് കൃഷി. വാഴ, കഴുങ്ങ്, തെങ്ങ് ഇതൊക്കെയാണ് കേട്ടോ കൃഷി. ഇപ്പോൾ ചിലവരത് കഞ്ചാവ് കൃഷിയായിട്ട് നടത്തുന്നവരുണ്ട്. ഞങ്ങൾ അതല്ല കഞ്ചാവിൻ്റെ ഇലയിൽ അവിടെ ചുട്ട് തിന്നുണ്ടാവും, കഞ്ചാവിൻ്റെ ഇലയിൽ അത് സദ്യ വിളമ്പി തിന്നുണ്ടാവും, അങ്ങനെയുള്ളവരുണ്ടാവും. അപ്പോൾ വാഴ എന്ന് പറയുന്നത് അത് മോശമായ സാധനത്തിൽ നമ്മുടെ നാട്ടിൽ എന്തൊരു വിശേഷങ്ങൾക്കും നമുക്ക് ആദ്യം വേണ്ടത് എന്താ? വാഴയില തന്നെയല്ലേ. ഒരു സദ്യ തിന്നണമെങ്കിൽ വാഴയില വേണ്ടേ? ഒരു പൊതിച്ചോറ് തിന്നണമെങ്കിൽ വാഴയില വേണ്ടേ? അതെ, നിങ്ങൾ മറ്റുള്ള ഭാഗങ്ങൾ വൃത്തിയാക്കിയാലും അതായത് ഒരു കൊലച്ചു നിൽക്കണം ഒരു ഉപ്പേരിക്കുള്ള ഭാഗങ്ങളിൽ അവിടെ വരെ നമ്മൾ നിർത്തി. അതിന് ചിലവരുണ്ട് ഒരു വാഴ വെച്ചിട്ട് അത് പ്രകൃതിയുടെ തോണ്ട് കൂമ്പടഞ്ഞു പോണതാവും, അല്ലെങ്കിൽ അത് തല ഒടിഞ്ഞു വീഴുന്നതാവും. അപ്പോൾ ചില ആൾക്കാരുണ്ട് അത് വെട്ടി മാറ്റുക, അല്ലെങ്കിൽ വേറെ ഒന്ന് കയറി പിടിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ പോവുക, ഇതൊക്കെ വെട്ടി മാറ്റുക.
സുഖങ്ങൾ തേടി പോണവരുണ്ട്. നിങ്ങൾ ആ രീതിയല്ല, നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട് തൃപ്തിയായിട്ട് പോണവരാ. ഒരു വാഴയാണെങ്കിൽ അത് നിങ്ങൾക്ക്. പിന്നെ ഞങ്ങൾക്ക് കോയമ്പത്തൂർ പോയിട്ടുള്ള ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ പൊന്നൂന് എവിടെ നിന്നാണ് സ്ഥലം മേടിക്കാൻ കാശ്, പൊന്നൂന് എവിടെ നിന്നാണ് കാശ്, അതൊന്നും ചിലവര് പറയുന്നത് പഴയ കൊച്ചിയല്ല ഇപ്പോഴത്തെ കൊച്ചി. നിങ്ങള് എവിടെ പോണില്ല, നിങ്ങള് സത്യസന്ധമായിട്ടുള്ള ജീവിതത്തോടാണ് ഈ നിമിഷം വരെ ഒരാളെ വഞ്ചിച്ചോ കട്ടോ മോഷ്ടിച്ചോ ചതിച്ചോ ഞങ്ങൾ ജീവിക്കണില്ല. ഞങ്ങൾ ജീവിക്കണേ ഞങ്ങളുടെ യൂട്യൂബിലെ ഒരു വീഡിയോ ഇട്ടിട്ടാണ് ഞങ്ങളുടെ ലൈഫ് കഴിഞ്ഞു പോകുന്നത്. പിന്നെ ഞങ്ങളുടെ ചെറിയ ഷോപ്പിൻ്റെ കിട്ടുന്ന ചെറിയൊരു വരുമാനം ഞങ്ങളുടെ ലൈഫിലേക്ക് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ പൊന്നു അധ്വാനിച്ചിട്ടാണ് അവള് കാശ് ഉണ്ടാക്കണത്. പിന്നെ ഞങ്ങൾ കോയമ്പത്തൂർ പോയിട്ട് കച്ചവടം നടത്താറ്. ഞങ്ങൾക്ക് എപ്പോഴും കോയമ്പത്തൂർ പോയി വരാനൊന്നും നേരില്ല. അങ്ങനെ പോയി കോയമ്പത്തൂർ പോയിട്ട് കാശ് ഉണ്ടാക്കുന്നവരുണ്ട്. പോയി വരുമ്പോ 3 ലക്ഷം 4 ലക്ഷമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയുള്ളവരുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവരെ ആരും പിടിക്കപ്പെടുന്നില്ല. പല നാൾ കക്കുമ്പോൾ ഒരു നാൾ പിടിക്കപ്പെടും. അത് ആരായാലും അത് നമ്മുടെ ലോക സഹജമാണ്. എത്ര നാൾ നമുക്ക് ഒളിപ്പിച്ച് വെച്ചാലും ഒരു നാൾ അതൊക്കെ പുറം ലോകം സത്യം. ഞാൻ പറഞ്ഞു, സത്യം എന്നൊരു കാര്യം എൻ്റെ ലൈഫിൽ ഉള്ളിടത്തോളം കാലം വരെ ഞങ്ങൾ തോൽക്കില്ല. ആ ഒരു വിശ്വാസത്തിൽ ആരൊക്കെ തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ ചെറിയ ചെറിയ അസുഖങ്ങൾ നിക്കണേന്റെ ഉപമ പറഞ്ഞതാണ് ഇപ്പൊ ഇതിന് മറുപടി കിട്ടേണ്ടി വന്നേട്ടാ. വാഴ ഒരു വാഴയല്ല, ബാക്കിയുള്ള വാഴകളൊക്കെ നിങ്ങൾ വെട്ടി മൈസൂർ വാഴയും ഇതൊക്കെ ആയിരുന്നു. ഈ വാഴ വെട്ടികളെ ഇഷ്ടമുണ്ടായിട്ടല്ല. പക്ഷെ എന്തായാലും പൊന്നു അതിൻ്റെ ഉള്ളിൽ അവരെന്തൊക്കെ പ്ലാൻ ഇടുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ അവരുടെ ചാനലിൽ നിങ്ങളോട് പറയാം. അപ്പോൾ ഇപ്പോഴത്തെ ഞങ്ങളുടെ ആ പറമ്പിൻ്റെ ഞങ്ങളുടെ ലക്ഷ്യം, ആദ്യത്തെ ലക്ഷ്യം എന്താ വെച്ചാൽ നമ്മുടെ കാർത്തുമോളെ ഒരു ഫംഗ്ഷൻ നടത്താന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ സെറ്റ് സ്റ്റേജും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് തന്നെയാണ് വിചാരിച്ചത്. സ്റ്റേജ് കെട്ടാൻ വന്ന ആളെന്ന് പറഞ്ഞാൽ സ്റ്റേജ് ഇടുങ്ങി പോവും, നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റില്ല. പിന്നെ ആൾക്കാർക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം, സ്റ്റേജ് ഇത്ര 10 അടിയാണ്, എത്ര കൊണ്ട് 12 അടി കൊണ്ട് വലിപ്പത്തിൽ വേണം സ്റ്റേജ്. ആ സ്റ്റേജ് 12 അടി വന്ന് പിന്നെ അവിടുന്ന് ആൾക്കാർക്ക് ഫുഡ് കഴിക്കാം. പിന്നെ ഒരു 150 ആൾക്കാർ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പം എല്ലാവരും കൂടെ ഒരുമിച്ചാണ് വന്ന് കൂടുന്നതെന്ന് വെച്ചാൽ ആ നേരം എല്ലാവർക്കും കയ്യേക്കാനായിരുന്നു. ഇപ്പം അങ്ങനെ ഇപ്പോൾ കയ്യേക്കാന സ്ഥലം വേറെ ഒരു സ്ഥലത്തേക്ക് കേൾക്കണം. അങ്ങനെ നമുക്ക് കുറേ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് സത്യം ഇതാണ് ലാഭം. ഈ പറമ്പ് അധികം താമസിക്കാതെ അവര് തറപ്പണി തുടങ്ങും. അപ്പൊ അതിന് നമ്മള് അവർ വീടുകാരനെ കെട്ടട്ടെ, അവർക്ക് കാശ് എവിടെയാണെന്ന് അവര് ഒരു പൊട്ട വഴിക്കും പോയിട്ടല്ല അവര് സമ്പാദിക്കണത്. അത് ഞാന് ദൈവത്തെ അവര് പൊട്ടയ്ക്ക് ഇങ്ങടെ പോകുന്നത്. പൊന്നൂന്റെ ഇപ്പോഴത്തെ സ്ഥലം മേടിച്ചതിന്റെ വരുമാന അത് ഞങ്ങൾക്ക് അറിയണം. അത് ആരും എങ്ങനെയാണ് സ്ഥലം മേടിച്ചതിന്റെ വരുമാനം ഞങ്ങൾക്ക് അറിയണം. മോളെ അതൊക്കെ നിങ്ങളെ എല്ലാവരും ബോധിപ്പിക്കാൻ പറ്റുമോ? അവള് വെറുതെ അല്ല പോണത്, അവളെ വർക്കിന് പോണത് അവൾ വെറുതെ അല്ല, കാശിന് വേണ്ടിയിട്ട് തന്നെയാണ് അവൾ വർക്കിന് പോണത്. പിന്നെ അവൾക്ക് വേണമെങ്കിൽ വിലയുള്ള കുറേ ഡ്രസ്സുകൾ മേടിച്ചിടാം. അപ്പോൾ അവൾക്ക് കിട്ടുന്ന കാശ് അവൾക്ക് ഒരു വർക്കിന് അത്യാവശ്യമാണ്. ആ കാശ് കൊണ്ട് അവൾക്ക് വേണമെങ്കിൽ ഗോൾഡ് മേടിച്ചിടാം, അവൾക്ക് നല്ല വില കൂടിയ ഡ്രസ്സുകൾ മേടിച്ചിടാം, അല്ലെങ്കിൽ കുറേ മേക്കപ്പ് സാധനം മേടിച്ചിടാം, അല്ലെങ്കിൽ നല്ല അവളുടെ ഹാൻഡ് ബാഗിന് സാധാ ഒരു ഹാൻഡ് ബാഗാണുള്ള യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു കുഞ്ഞു ഒന്നുകൂടി നല്ല സ്റ്റാൻഡേർഡ് ഹാൻഡ് ബാഗ് മേടിച്ച് പിന്നെ വേണ്ട അമ്മ, ബാഗിൽ എൻ്റെ കുട്ടികളുടെ ഡ്രസ്സ് അത്രയല്ല, അത് മതി, അത് അങ്ങനെ നടക്കട്ടെ. അപ്പം ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് നിന്റെ സ്റ്റാൻഡേർഡ് നടക്കുന്ന ബ്രാൻഡ് ചില ആർട്ടിസ്റ്റുകളുടെ സ്റ്റാൻഡേർഡ് കൂട്ടി നടക്കണം. അതിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെ വെച്ചിട്ടല്ല, അവളൊരു ഹാൻഡ് ബാഗ് അവളെ കുട്ടിയുടെ സൗകര്യം കൂടുമ്പോ അതിന്റെ ഒരു ആഗ്രഹം അവള് നല്ല ബ്രാൻഡഡ് ഹാൻഡ് ബാഗ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹം. ബ്രാൻഡഡ് 3000-4000 ഒന്നും കേട്ടോ, ഞാൻ അതൊന്നും പറയാറില്ല. ഞാൻ നാളെ മാക്സ് 2800 ഒക്കെ അത് കാണാൻ നല്ലൊരു ബാഗാ നോർമൽ, അത്ര ഉള്ളോട്ടെ 800 അല്ലാണ്ട് ഞാൻ ബ്രാൻഡഡ് ഒന്നല്ല, ഉള്ള കുറച്ച് സ്റ്റാൻഡേർഡ് ലുക്ക് ഉള്ളത് അത്രേ ഉള്ളൂ. പിന്നെ കാർത്തൂന്റെ പാമ്പേഴ്സും ഡ്രസ്സും പാലും അങ്ങനെയൊക്കെ വെക്കാൻ സ്പേസ് ഞങ്ങൾ അതിനും തയ്യാറല്ല. അപ്പൊ അവൾക്ക് 21 വയസ്സേര് പെൺകുട്ടിയാണ്. അവൾക്ക് വേണമെങ്കിൽ ഈ പ്രായത്തിൽ അവൾക്ക് കുറെ 10-15 ചെരുപ്പ് മേടിച്ചിടാം. ഒരു 10-2000 കൊണ്ട് പോയി അവൾക്ക് ഒരു 5-10 ചെരുപ്പ് കിട്ടും. അവിടെ ഉണ്ട ചെരുപ്പാണ് ഞാൻ ചീത്തറിയും. പൊന്നു നീ ഈ ചെരുപ്പ് ഇട്ടിട്ടാണ് ഇറങ്ങുന്നത് വെച്ചാൽ ഞാൻ ചീത്ത, എനിക്ക് ചെരുപ്പ് എടുക്കാൻ ഞാൻ ചീത്തറിയും. അവൾ മതി അമ്മ, അത് മതി. അവൾ സ്റ്റുഡിയോയിൽ നിന്നുള്ള വില കുറഞ്ഞ ചെരുപ്പുകളാണ് അവൾ യൂസ് ചെയ്യുന്നത്. 21 വയസ്സായ പെൺകുട്ടിയാണ് അല്ലേ. ഇന്നത്തെ കാലഘട്ടത്തിൽ എത്ര പെൺകുട്ടിയുടെ എന്തൊക്കെ എത്ര ചെരുപ്പുകൾ ഷൂകൾ, അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ അവളത് മേടിക്കുന്നില്ല. ഏറ്റവും വില കുറഞ്ഞ ഡ്രസ്സ് തപ്പിയിട്ടാണ് അവൾ നടക്കുന്നത്. അപ്പോൾ അവളുടെ കാശ് അതിന് തന്നെയാണ് അറിയുന്നത്. നിന്റെ മോൾക്ക് ആർത്തി കൂടിക്കാട്ടോ, വീട് പണിയ കാശ് ഉണ്ടാക്കുന്നത് തന്നെയായിട്ട് ചീത്ത അറിയും. അതായത് അവൾക്ക് വീട് പണിയണം അവൾക്ക്. അപ്പോൾ അവൾ കിട്ടുന്ന കാശ് അവളായിരിക്കും ഈ ഉറുമ്പ് ശേഖരിക്കണ പോലെ അവൾ ശേഖരിക്കണം. അതാണ് അവളെ കാശ്.
മനസ്സിലായി. അവൾക്ക് ഒരു മാസം നിങ്ങളിലേക്ക് കാണിക്കാൻ പറ്റുന്ന വർക്കുകൾ മാത്രമേ നമുക്ക് കാണിക്കില്ല. ചിലവർക്ക് ഇൻസ്റ്റയിൽ വീഡിയോ ഉള്ളത് ഇഷ്ടമുണ്ടാവില്ല, ചിലപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഉള്ളത് ഇഷ്ടമുണ്ടാവില്ല. അപ്പം അങ്ങനെ കുറച്ച് വർക്കുകൾ കിട്ടുന്നുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ ഇടയിൽ അവൾക്ക് വർക്കുകൾ കാണിക്കാതെ പോട്ടെ. എന്താ വെച്ചാല് അത് എത്ര കാണിച്ചാലും നമുക്ക് ദോഷം. എന്താ വെച്ചാൽ കണ്ണിടലെന്ന് പറയുന്ന സംഭവം ഞങ്ങൾക്ക് ലൈഫിൽ നല്ല മാതിരി നല്ല മാതിരി. അപ്പൊ നിങ്ങളെ ഇപ്പൊ ചൊറിഞ്ഞിട്ടിടണോ നിങ്ങളെ കണ്ടിട്ട് ഇപ്പൊ എന്താ കണ്ണിടാണ് ഈ പറയണ ആളെ കണ്ണിന്റെ ഏറ്റവും വലിയ കണ്ണ്. ആ പറയണ ആളില്ലേ ആ ആളെ കണ്ണിന്റെ ഏറ്റവും വലിയ കണ്ണ്. ആരായാലും നിങ്ങള് പറഞ്ഞ ഈ വഴിയില് പൊന്നു ആരുടെ പേര് പൊന്നു പൊന്നു മുന്നേടെ അടുത്താണ് ഈ വഴിയില്. ഞങ്ങൾ ഇന്നാളെ ഒരു വീഡിയോ പറഞ്ഞു ഞങ്ങൾ ഈ വഴിയിൽ ആരും ഞങ്ങൾ അങ്ങനെ ശല്യക്കാരില്ല ആക്കല്ല നല്ല ആൾക്കാർ. അപ്പൊ അതിലൊരു കമന്റ് വന്നിട്ടുണ്ട് ഈ വഴി ഞങ്ങളാണ് അവർക്ക് ശല്യക്കാരെന്ന്. ആ പറഞ്ഞ ആള് ഞാൻ ഒന്ന് പറയട്ടെ, ഞാൻ ഒറ്റ തന്തയ്ക്കുണ്ടായ മോളാ. എന്റെ തന്ത പ്രഭാകരനാ, പള്ളിക്കൂടത്തെ പ്രഭാകരനാണ് എന്റെ തന്ത. അതെനിക്ക് പറയാൻ പറ്റും. കൽപ്പണിക്കാരൻ കുഞ്ഞുകുട്ടെന്ന് പറഞ്ഞാൽ കലക്ടർ കുഞ്ഞുകുട്ടെന്ന് പറഞ്ഞിട്ട് ആരും അന്വേഷിച്ച് വരണ്ട. കൽപ്പണിക്കാരൻ അതായത് കൽപ്പണിക്കാരൻ കുഞ്ഞുകുട്ടൻ അവിടുത്തെ ആ ഒരു മഹിമ കിട്ടിയാൽ മതി. നമ്മൾ സൗകര്യത്തിന് ഒത്തിട്ട് കൽപ്പണിക്കാരൻ കുഞ്ഞുകുട്ടനെ കലക്ടറാക്കി. നമ്മുടെ അമ്മ ഒരു കള്ളിമുണ്ട് എടുത്തു തന്നത് അമ്മയല്ല അത് വീട്ടിലെ പണിക്കാരി എന്ന് പറയുന്ന സംസ്കാരം നമുക്ക് പാടില്ല. അതിന്റെ ആവശ്യമില്ല. നമ്മുടെ അമ്മേനെ നമ്മുടെ അമ്മ ഇന്ന വരെ ജീവിച്ചിട്ടുള്ളൂ, അതിന് മാറ്റം വരുത്തിയിട്ടില്ല. അപ്പൊ ഈ വഴിയില് നിങ്ങളെ കൊണ്ട് അങ്ങനെ ശല്യമുള്ള ഒരാളാണെങ്കിൽ, ഒറ്റ അച്ഛനുണ്ടായവനാണെങ്കിൽ ഈ കമന്റ് ഇട്ടത് ഒറ്റ സത്യം ഒറ്റ തന്തയ്ക്ക് ഉണ്ടായാലാണ് ഈ കമന്റ് ഇട്ട് വെച്ചാൽ ഞങ്ങളുടെ വീടിന്റെ മുറ്റത്തേക്ക് വരാം, വന്ന് ചോദിക്കണം. ഒളിഞ്ഞ് പതുങ്ങി കമന്റ് ഇടുന്നത് ആണുത്തല്ല, ആണായാലും പെണ്ണായാലും ഒളിഞ്ഞ് മറിഞ്ഞ് കമന്റ് ഉണ്ടാക്കരുത്. മനസ്സിലായി. നമ്മളൊക്കെ ഒറ്റ തന്തയ്ക്കുണ്ടായാലും തല ഉയർത്തി തന്നെ ജീവിക്കണം. ഞാൻ പറഞ്ഞു ഞാൻ ഈ നാട്ടിൽ തല ഉയർത്തി തന്നെ ജീവിക്കുക. അതെന്താ വെച്ചാൽ എനിക്ക് ഒരൊറ്റ അച്ഛനും ഒരൊറ്റ അമ്മയുള്ളൂ. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഇത്. ഭർത്താവ് എന്ന് പറയാൻ ഒരൊറ്റ ഭർത്താവ് തന്നെയുള്ളൂ. അത് തന്നെയാണ് എന്റെ തന്റെ ഇടം. അതാ ഞാൻ പറഞ്ഞു, ഒരു വാഴ വെച്ചിട്ട് അതിനെന്തേലും കേടുപാട് പറ്റുമ്പോഴേക്കും അവനെ തട്ടി മാറ്റിട്ട് വേറെ സോങ് തേടി പോവാൻ. അതിന്റെ മുകളിൽ ഉണ്ടാവണത് നമ്മൾ അനുഭവിക്കാൻ തയ്യാറാവണം. നമ്മൾ നമ്മള് കൂളിംഗ് ഗ്ലാസ് വെക്കാം, നമുക്ക് മോഡേൺ ഡ്രസ്സ് ഇടാം, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ജീവിക്കാം. അതൊക്കെ നമ്മുടെ സുഖങ്ങളും സൗകര്യങ്ങൾ. പക്ഷെ ഇതിനൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഭർത്താവും മക്കളും ഈ കൈന്റെ ഉള്ളിൽ ഉണ്ടോ എന്നുകൊണ്ട് നമ്മൾ നോക്കണം. പിന്നെ ഈ വക ഇതൊക്കെ വിട്ടിട്ട് നമ്മുടെ കൂളിംഗ് ഗ്ലാസിന്റെയും കുണുമണാരിയുടെയും മോഡലിന്റെയും പിന്നാലെ നടന്ന് നമുക്ക് അതേ ലൈഫിൽ ഉണ്ടാവുള്ളൂ. ഈ വക ആൾക്കാരെ തീറ്റിപ്പോറ്റം പല ഉദ്യോഗസ്ഥന്മാരും ഉണ്ട് ഓരോ വക്കാലത്തായിട്ട്. അവരാണ് ഇതിൽ നാണം കെടുന്നുള്ളൂ, വേറെ ആരും നാണം കെടുന്നില്ല. അതൊക്കെ ഒരു സമയത്ത് ഈ കമന്റ് ഇട്ടവരോടെ വേറെ ആരും ഒന്നും വിഷമിച്ചേക്കത്. ഈ കമന്റ് ഇട്ടവരോട് പറഞ്ഞ എന്താ വെച്ചാൽ നമുക്കതിന് വിഷമമുണ്ടല്ലേ. നമ്മളെ മോളേനെ അല്ലെങ്കിൽ നമ്മുടെ മരുവിന് വാഴ എന്ന് പറയുമ്പോൾ വാഴ അത്രയൊരു മോശമായ സാധനമാണോ എനിക്കറിയില്ല. ഏതൊരു ചെറിയ വീട്ടിലുള്ള ഒരു 3 സെന്റിനുള്ള ഒരു വാഴയിൽ ഒരു വീട്ടിൽ വെക്കും അവര്. എന്താ വെച്ചാൽ നമുക്ക് വല്ല പലഹാരം ഉണ്ടാക്കിയാലും നമ്മുടെ കുട്ടിയുടെ പിറന്നാൾ ഒരു ഇല മുറിക്കാൻ അതൊരു ആവശ്യമാണ് അല്ലെ. അത് ആവശ്യമാണ്. അയ്യോ ചടങ്ങ് എല്ലാരും വരണേ. പരിപാടിക്ക് എല്ലാവരും വരണം കേട്ടോ. അപ്പൊ ഇനി കുഞ്ഞിന്റെ കല്യാണത്തിന് എന്താവും? ഞങ്ങള് ഞങ്ങളുടെ മക്കളുടെ മനസ്സും ഇത്രയേ ഉള്ളൂ. മനസ്സിലായി. ഞങ്ങളിതാണ് ഉപ്പും മുളക് ലൈറ്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർ കണ്ണു ചൊളിക്കുന്നു, ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് നമ്മുടെ കമ്പനിയല്ലോ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഫാമിലി. അവരെ കുണിക്കുമ്പോൾ ഒരു കുഞ്ഞ് ഭാഗ്യം വന്നിട്ട് അതിപ്പോ പറയണില്ല. അപ്പൊ ചിലപ്പോ ഞങ്ങളുടെ നല്ല കാലത്തിനായിരിക്കാം. ഭാഗ്യം ഉണ്ടെങ്കിൽ എല്ലാവരോടും പറയാൻ പറ്റിയിരിക്കും. ദൈവത്തിന്റെ ഭാഗ്യം. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ ലൈഫ് ലോങ് ഓർത്തേക്കുന്ന ദിവസമായി മാറാൻ ഭാഗ്യം കിട്ടട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കണം. കുണിക്കുമ്പോൾക്ക് ഒരു ഭാഗ്യം വന്നിട്ടുണ്ട്. അപ്പൊ അത് നടക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. കുണിക്കുമ്പോൾക്കാണ് അല്ലേ. അതിന് നമ്മൾ കുണിക്കാൻ വെച്ചിട്ട് ഒരു ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ട്. അടിപൊളി. ഭോജൻ അവന്റെ ആരുടെ ആരാധകനാണ് ഭോജന്റെ. എങ്ങനെയാ കാണിക്കുക ഭോജൻ?
അവന് ബോച്ചേനാണ് ഭയങ്കര എന്താന്നാ ഞങ്ങൾക്ക് അറിയില്ല. ബോച്ചേനാണ് ആ എവിടെ ഫോട്ടോ കണ്ടാലും ഇവിടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എവിടെ ബോച്ചയുടെ ഫോട്ടോ കണ്ടാലും മൂപ്പരത് പിടിക്കും. അങ്കമാലി ബോച്ചയുടെ പഴയ ഫോട്ടോ അങ്കമാലില് പഴയ ഫോട്ടോ അവൻ. പക്ഷെ ബോച്ച എവിടെ വെച്ച് കണ്ടാലും കുണുക്ക് തിരിച്ചറിയും. ഭയങ്കര ആരാധകനാണ്. ആ നമ്മുടെ അതായത് കുന്നോളത്ത് നമ്മൾ വൺ വേ തിരിഞ്ഞു എന്നോട് ആ ജ്യൂസിന്റെ അവിടെ ബോച്ചയുടെ ഫോട്ടോ ഉണ്ട്. അതാണ് അവൻ പറയണത്. എല്ലാരും ബോച്ചയുടെ ഫോട്ടോ എന്താന്ന് അറിയില്ല. ഇപ്പൊ ആ ഒരു ഭ്രാന്തമാണ് ഇരിക്കണത്. എങ്ങനെ ബോച്ചയൊക്കെ അങ്ങനെ. അപ്പൊ ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ. 100,000 ഞാൻ പറയാം 100-ല് ഞങ്ങൾക്ക് ഒരു 75% വിഷമാണ് സത്യം പറയല്ലോ. നിങ്ങളുടെ അടുത്ത് മറിച്ചെങ്കിലും ഇപ്പം എന്നോട് പറഞ്ഞു സംഗീതയ്ക്ക് സ്ഥലം വിറ്റില്ലെങ്കിൽ സംഗീതയ്ക്ക് കാശില്ല എന്നുള്ള വിഷമമുണ്ട്. ആ പറഞ്ഞ ആൾക്കൂടി ഞങ്ങൾ സ്ഥലം വിറ്റിട്ട് ഞങ്ങളുടെ കാശ് ഞങ്ങൾക്കുള്ളതല്ല. ഞങ്ങൾക്ക് 1 രൂപ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. അതിൻ്റെതായ 100,000 കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞിനെ കല്യാണം അയച്ചു കൊടുക്കണ്ടേ. അപ്പൊ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ അതൊന്നും അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഞാൻ ഇത് കുറച്ച് വലുതാക്കില്ല. ഞാൻ ഒന്നും ചെയ്യണില്ലല്ലോ. അത് വലുതാക്കാൻ പോയിട്ട് നമുക്ക് ഒന്നിനും പറ്റിയിട്ടല്ലോ. അവരേലാവട്ടെ, അവരേന്ന് പൈസ നമ്മള് മേടിക്കണ്ട. ഇത് വലുതാക്കണം ഞാൻ നേരെ പറഞ്ഞിട്ടില്ല. ഇന്നിപ്പോ ഇത്ര പേര് ഷോപ്പ് ഒരു ഓപ്പണിനോ ഞാൻ ഇങ്ങനെയാ പോയത് അല്ലേ. തീർച്ചയായിട്ടും വേറൊരു മാല തിരയാനോ നോക്കാനോ ഒന്നും ചെയ്യാൻ ചെറിയൊരു ചെറിയ മാലിട്ട് നമ്മൾ ഈ വീഡിയോയില് കാണുന്നവർ തന്നെയാണ് ഇപ്പൊ 100-ൽ 90% ആൾക്കാർ ഇപ്പൊ അവിടെ പോയിട്ട് വേറെ കടം മേടിച്ചിട്ട് എന്താ കാര്യം. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ വീഡിയോയിലൂടെ എല്ലാവരും ഷെയർ ചെയ്യുന്നതാണ്, കാണുന്നതാണ്. അപ്പൊ നമ്മൾക്ക് പിന്നെ കുറച്ച് ലിപ്സ്റ്റിക് ഇട്ട് കുറച്ച് അതുകൊണ്ട് നമ്മൾ ആർഭാടങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു വിലയും നിലയൊക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മള് കുറെ സ്വർണ്ണങ്ങളോ കുറെ ഇട്ടിട്ട് നമുക്ക് നികത്താൻ പറ്റും. അപ്പൊ നമ്മളിങ്ങനെ മറ്റുള്ള വശം കൊണ്ട് നമ്മൾ നികത്തി ഭംഗി പോലെ നടക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എല്ലാവരും പോരടിപ്പിച്ചോ. പക്ഷെ ഇന്ന് നമുക്ക് കണ്ണൂരുള്ള ഒരാൾക്കാർ കണ്ടിട്ട് നമ്മുടെ വീഡിയോ കാണുന്നതാണ്. കുണിക്കിനൊക്കെ ചാനൽ കാണുന്നത് വെച്ചാൽ കുണിക്കിനെ വിളിച്ചിട്ട് നിങ്ങളുടെ ചാനലിൽ വീഡിയോ കാണാനില്ലല്ലോ കുണിക്കിന്ന് പറഞ്ഞിട്ട് കുണിക്കിന് തൊട്ടിട്ട്. അപ്പൊ ഇപ്പൊ നമ്മളിന്ന് അമ്പലത്തിൽ പോയപ്പോ 100-ൽ 80% ഒരു 90% ആൾക്കാരും നമ്മളെ കൃഷ്ണമായുടെ അമ്പലത്തേക്ക് കൃഷ്ണമ്പലത്തിൽ പോയില്ലോ. പോയിട്ട് വന്നതാണ് കുട്ടി അല്ലേ. ആ എന്താ പ്രാർത്ഥിച്ചേ? ഒഴിഞ്ഞിട്ടൊക്കെ കാച്ചിട്ട് ഇന്നെ കൊഴിഞ്ഞു. അവിടെ ബാബുമാരെ പ്രാർത്ഥിച്ചാ? പിന്നെന്താ പ്രാർത്ഥിച്ചേ? പിന്നൊന്നും പ്രാർത്ഥിച്ചില്ല. കുട്ടിക്ക് ഏറ്റവും ആവശ്യം അമ്മേനെയാണ്. അപ്പൊ അങ്ങനെ അല്ലേ. അപ്പൊ ഇന്ന് മൊത്തത്തിലൊരു സന്തോഷമുള്ള ഒരു ദിവസമൊക്കെ ആയിരുന്നു. ഒരു കുഞ്ഞ് ആർട്ടിസ്റ്റ് കാണാൻ പറ്റി, സിനിമ ആർട്ടിസ്റ്റിനെ കാണാൻ പറ്റി അല്ലേ. അപ്പൊ അതൊക്കെ ഒരു ലൈഫില് ഞാൻ പറഞ്ഞിട്ടാ മാളയപ്പുറത്തിന് കാണാൻ നല്ല ഭംഗിയുടെ സുന്ദരി കുട്ടിയായിട്ടാവുന്നു. ചെറിയ ശബ്ദാട്ടാ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല മോളാട്ടോ. വിളിച്ചതല്ലേ വിളിച്ച ദോഷമായിട്ടില്ല. നല്ല കുട്ടി നല്ല മോള് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു മോള്. അങ്ങനെ പത്രാസമൊക്കെ ചില കുട്ടികൾക്ക് ഞാൻ ആരാണെന്നുള്ളൊരു ഭാവവും കാര്യങ്ങളും ഒരു പ്രായം കഴിഞ്ഞ് ചിലവരിലേക്ക് എത്തും ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്ന കുട്ടികൾ. പക്ഷെ എന്നൊരു നല്ലൊരു മോളായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മോള്. ആ കുട്ടി എല്ലാവരുടെ മുഖത്ത് ഒരേപോലെ അതിനിവിടെ കടയുണ്ടാവുമെന്ന് വെച്ചു ചിരിച്ച് നിൽക്കുക. എപ്പോഴും നല്ല ചിരിച്ച ഫേസ് തുടങ്ങണം നിൽക്കുന്ന ഒരു മോള്. നല്ല സുന്ദരി മോള്. നല്ല കാണാനും ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞു മോള്. അച്ഛനും മോളും നല്ല ഭംഗിയുണ്ട്. അവരെ വണ്ടി ഭംഗിയുണ്ട്. വണ്ടി സൂപ്പറാണ്, വണ്ടിയുടെ നമ്പർ സൂപ്പറാണ്, എല്ലാം സൂപ്പറാണ്. കുറച്ചേരം ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ അവരെ വണ്ടി ഇങ്ങനെ പോയതിട്ട് അവൻ കുണുക്കൻ എന്ത് വണ്ടി ഏതാ ബെൻസാട്ടോ 90 090 ഇതാട്ടോ അവരെ വണ്ടി നമ്പർ. നല്ല അടിപൊളി നമ്പർ. അപ്പൊ അതൊക്കെ ഞങ്ങൾ നോക്കി. നമുക്ക് കണ്ട് ആസ്വദിക്കാൻ കാശുതരമില്ലല്ലോ. നമ്മളതൊക്കെ ഹാപ്പി ആയിട്ട് കണ്ട് ആസ്വദിക്കുക ചെയ്യണം. ഒരിക്കലും അത് അവർക്ക് ഉണ്ടല്ലോ എന്നുള്ളത് കുഞ്ഞിഷ്ടമല്ല. ചിലവരത് കുഞ്ഞിഷ്ടോടെ നോക്കണം. നമ്മൾ അത് കണ്ട് ആസ്വദിക്കുക ചെയ്യണം. ഇപ്പോൾ കുണിക്കനെ പുറത്തിറങ്ങുമ്പോൾ വല്ല പെൻസും
ബെൻസ് സ്ഥലം കൊടുത്തോ BM പോട്ടെ. അതായത് BM ബെൻസൊക്കെ വരുമ്പോ അപ്പൊ ഷേപ്പ് വിളിക്കും, ഷെബി സ്ഥലം കൊടുക്ക്, അവര് പൊക്കോട്ടെ, വലിയ വണ്ടി. അതാ വണ്ടി പോണത് കാണാനുള്ള ഒരാഗ്രഹം കേട്ടോ അവന്. ഇപ്പൊ ഒരു ഭ്രാന്ത് ബെൻസ് BM ഓടി കൊറോണത്തിന്റെ പേരൊക്കെ ഒരു വണ്ടിയുടെ ഒരു വിധത്തിലൊക്കെ വണ്ടിയുടെ പേരൊക്കെ ഇങ്ങനെ പറയും. ഫോർച്യൂണർ, വണ്ടികൾ എല്ലാം വണ്ടി ഭ്രാന്തനാണ്. വണ്ടി ഭ്രാന്തന. അപ്പൊ എന്തായാലും അവന്റെ കുട്ടി മനസ്സിൽ തന്നെ അവന് ബെൻസിനോടും എന്തായാലും ഞങ്ങൾ ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ അതിനായിട്ട് മണിയുടെയും മാരുതിയുടെ വണ്ടികൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത് എത്രയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്നോട് എന്ത് ഈ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യണം, എൻ്റെ ആഗ്രഹം അതാണ്, ഞാൻ ചെയ്യും. അന്നേട്ടാ ഒരു വാക്ക് പറയണ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഞാൻ ചെയ്യും. അതിന് എന്ത് റിസ്ക് ആഗ്രഹം വന്നാൽ എന്ത് റിസ്ക് എടുത്താലും ഞാൻ ചെയ്യുമെന്ന് വെച്ചു. അപ്പം എന്നോട് നമുക്ക് ഇതൊക്കെ ധാരാളം. എന്നോട് അപ്പം എൻ്റെ എന്നോട് പറഞ്ഞ വാക്കാണ്, നമുക്കൊക്കെ ഇത് ധാരാളം, നമ്മളിത് ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു ഭാഗ്യമാണ് ഇതൊക്കെ. അപ്പൊ അതൊക്കെ നമ്മൾ ഭാഗ്യമായിട്ട് കണക്കാക്കണം. നമുക്ക് ഓട്ടോറിക്ഷയിലും പോലെ ഇഷ്ടമായിരുന്നു, നമുക്ക് കിട്ടാത്ത കാരണം സമയത്ത് ഒരു ദിവസം എങ്ങനെ ഭക്ഷണം പട്ടിണി എടുത്തതാണ് ഒരു ഫംഗ്ഷന്. നമ്മുടെ അപ്പൊ നമുക്ക് വീട്ടിലൊന്നും ഉണ്ടാക്കി നമുക്ക് ഉച്ചത്തെ ഫുഡ് സദ്യയായിട്ട് എടുത്ത് കഴിച്ചു നിന്നു. 4:30 വരെ ഞങ്ങള് കാലത്തൊട്ട് 4:30 ഓട്ടോറിക്ഷ വെച്ച് കിട്ടുന്നില്ല. പിന്നെ ഞങ്ങളുടെ ഓട്ടോറിക്ഷയിൽ കൊള്ളാണ്ടായി. പിന്നെ നമുക്ക് ഇനി എന്ത് ഞാൻ വല്ലാന്ന് എന്റെ താലിച്ചുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പണയം വെച്ചിട്ടാണ് അന്ന് അഡ്വാൻസ് ആദ്യം ഞാൻ എന്റെ കാറിന് കൊടുത്തു. അഹങ്കാരായിട്ട് തോന്നണ്ട, നിങ്ങളുടെ ആഗ്രഹങ്ങളല്ലേ. പക്ഷെ ഞാൻ സെക്കൻഡ് ഹാൻഡ് കാറായിട്ട് പറഞ്ഞിട്ടത് അത് അച്ഛൻ്റെ മക്കൾ പറഞ്ഞു എനിക്ക് ഫസ്റ്റ് മതി. അപ്പൊ ഇങ്ങനെ ശരി ഞാൻ പറഞ്ഞു പെട്ടണോടത്തോളം അത് അടച്ചു പോകും. പെറ്റാണ്ടാകുമ്പോഴേ കാര്യം കേട്ടില്ല. അപ്പം നമുക്ക് എനിക്ക് പെട്ടണോടത്തോളം കാലം ഒരു 12,500 മാസം വെച്ച് അടവുണ്ട്. അത് നമ്മൾ പെട്ടണോടത്തോളം കാലം വരെ അടയ്ക്കുന്നു. അങ്ങനെ അത് അടച്ചു പോയി. താഴ്ച എന്നേടെ കുറച്ച് ഒരു മാസം 1.5 മാസം എനിക്ക് എന്നേടെ താഴ്ച വെച്ചതൊക്കെ എടുത്തന്നോട്ടെ. അത് എന്നേടെ എടുത്തന്നിട്ട്. പക്ഷെ എന്നേടെ ദേഷ്യപ്പെടുന്നതൊക്കെ ചെയ്യുന്നത് ഞാനത് ചെയ്യാൻ അന്ന് സപ്പോർട്ട് ചെയ്ത് നിന്നു. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ കുണുക്കനോട് ഞാൻ അപ്പം ഞാൻ ഇനി കുണുക്കൻ്റെ ഒക്കെ വലുതാവട്ടെ കേട്ടോ, അപ്പം നമുക്ക് വണ്ടി മേടിക്കാം. ഇപ്പം നമ്മുടെ പ്രായത്തിനൊക്കെ ഇത് ധാരാളമാണ്. അപ്പൊ ഇനി എടുക്കില്ല, ഇനി ജീവിതത്തിൽ അത് എനിക്ക് വരുന്ന എനിക്ക് പ്രതീക്ഷയില്ലാത്തതാണ്. അപ്പം എന്താ പറയാ അപ്പൊ കുണുക്കനോട് പറഞ്ഞ അപ്പൊ ഞാൻ കുണുക്കന് അമ്മ വരില്ല അപ്പൊ വണ്ടി മേടിച്ചു തരാം കേട്ടോ. അതിങ്ങനെ തമാശക്ക് പറഞ്ഞപ്പോ എന്നോട് കുണുക്കാൻ അമ്മ മേടിച്ചണ്ട. അപ്പൊ ഞാൻ എന്തേലും ഞാനേ ബെൻസും BM ഒക്കെ മേടിക്കുന്നത്. അപ്പൊ അതാണോ നന്നായി മോട്ടിക്ക് മേടിച്ചു അമ്മ മേടിച്ചു തന്നില്ല. അമ്മോട് പൊന്നേ പോകില്ല, അമ്മ അങ്ങനെ മേടിച്ചു തന്നില്ല. അപ്പൊ അങ്ങനെ ഈ വർത്താനം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ ലൈഫിലെ കുഞ്ഞു കുഞ്ഞു തമാശകളും സന്തോഷങ്ങളായിട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ പന്നേട്ട പറഞ്ഞു വേഗി ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്തെങ്കിലും ഒരിക്കലും ഒരു പേരടിച്ച മോതിരം വേണം, കുഞ്ഞൊരു മാല, ഒത്തിരി കൂടി മാല വേണം, ഒരു വാട വേണം, ഒരു കഴിച്ചേ വേണം എന്നൊക്കെ ആഗ്രഹിച്ചായിരുന്നു. കാർത്തൂന് സ്വർണ്ണം എടുക്കാൻ പോയതോടുകൂടി ഞാൻ ആഗ്രഹങ്ങളൊക്കെ ഉപേക്ഷിച്ചു. കാർത്തൂന് എടുത്തൊരു 4.5 പവൻ്റെ അടുത്തെടുത്തിരുന്നു. അതിന് എത്ര ലക്ഷം രൂപ ഞങ്ങൾ കൊടുത്ത് ആകെ പിറങ്ങിക്ക് കുഞ്ഞ് പിറങ്ങിക്ക് ഇടാനുള്ള ഓർണമെന്റ്സിന് ഞങ്ങൾ കൊടുത്ത ഞങ്ങളല്ല കേട്ടോ അവര് മുഷിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ അതിന് കാവശ്യം കൊടുത്തുള്ളൂ. എത്ര രൂപ കൊടുത്ത്. അപ്പൊ ഞാൻ എങ്ങനെ കുഞ്ഞിന് കെട്ടിച്ചു കൊടുക്കുക. അപ്പൊ കുഞ്ഞിന് എന്തായാലും കെട്ടിച്ചു കൊടുക്കാണ്ടിരിക്കല്ലേ അത് കൊടുക്കണോന്ന് ചോദിക്കും. ശ്രീധനല്ല അവൾക്ക് ഇടാൻ കൊടുക്കണ്ടേ. നമ്മളെ മോളല്ല, അവളൊന്നും ഇല്ലാണ്ട് പറഞ്ഞേക്കാൻ പറ്റില്ല. അപ്പൊ അവൾക്ക് ഇടാനാണ്, അല്ലാണ്ട് എല്ലാവർക്കും ശ്രീധനായിട്ട് കൊടുക്കണല്ലോ. അവൾക്ക് അവളുടെ ദേഹത്തിനാളത് എന്തിനും കൊടുക്കണ്ടേന്ന് ഉദ്ദേശിച്ചിട്ട് അല്ലാണ്ട് ശ്രീധനം ചോദിച്ചാൽ ഒരാൾക്ക് ഞാൻ കുട്ടീനെ കൊടുക്കില്ല. ശ്രീധനം പെണ്ണെന്നെയാണ് ശ്രീധനം. അതല്ല അച്ഛനും മരോനും തൊഴിൽ അതേപോലത്തെ ഒരു മരോന് വരട്ടെ, അതേപോലെ കുണുക്കനാവട്ടെ. അതൊക്കെ എന്തിനാ നിങ്ങളറിയണ? കുണുക്കം പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഈ പറയണ ആരുടെ വീട്ടിലേക്കല്ലല്ലോ, ഞങ്ങളുടെ വീട്ടിലേക്കല്ലേ. അവ എന്തായാലും അത് ഞങ്ങൾക്ക് മാത്രമാണ് അല്ലേ. സ്നേഹം കൊണ്ട് പറയാം, കുത്തി പറയരുത്. പിന്നെ അവ എത്ര മണിക്കാണ് എനിക്കിനെ പിടിക്കണം അത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്. അവ എനിക്കത് നോക്കി വരേണ്ട കാര്യം തനിക്കില്ല, മനസ്സിലായ. എൻ്റെ മോൻ എത്രയും മണിക്കായിരിക്കും നിൻ്റെ വീട്ടിലോ നിൻ്റെ റൂമിൻ്റെ ഉള്ളിലല്ല എൻ്റെ മോൻ വന്ന് കിടക്കുന്നത്. അവൻ്റെ അച്ഛൻ പറഞ്ഞ വീടിൻ്റെ ഉള്ളിൽ അവൻ കിടന്ന് തുടങ്ങണം. അപ്പോൾ അവൻ്റെ ഇഷ്ടമുള്ള ടൈമിൽ തുടങ്ങണം. അല്ല എൻ്റെ മോനെ കയറി ചോദിച്ചാൽ ഞാൻ വിടുകയൊന്നുമില്ല. മോനെ ആയാലും എൻ്റെ മക്കളായാലും എൻ്റെ മരുവനായാലും എൻ്റെ ഭർത്താവിനും ചോദിച്ചാൽ ഞാൻ വിടുകയൊന്നുമില്ല. അത്ര പാവമൊന്നുമല്ല ഞാൻ. എൻ്റെ മക്കളേനും ഭർത്താവിനും പറയണത് കേട്ടിരിക്കാനുള്ള ഒരു പാവടി സ്ഥലമൊന്നുമില്ല. അതൊക്കെ ഞാൻ പ്രതികരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു മരുവനാണ് വരുന്നത്.
ഞാൻ പറയട്ടെ ഈ യോഗം പോലെ ഇരിക്കും മക്കളെ. നിങ്ങൾ അതിന് വെറുതെ തലമുണ്ടാക്കിയിട്ട് കാര്യമില്ല. അധ്വാനിക്കേണ്ട സമയത്തൊക്കെ നന്നായി അധ്വാനിച്ചിട്ടുണ്ട്. ഇപ്പൊ അധ്വാനിക്കാൻ പോകണോണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, ഇവ കാര്യങ്ങൾക്ക് ഷോപ്പിന്റെ ഇതിന്റെ സാധനം മേടിക്കലും പിടിക്കലും അത് കൊടുക്കലും പറഞ്ഞപ്പളാ കവർ കഴിക്കണം, അത് മേടിക്കണം കടയിൽ ഷോപ്പിലേക്ക്. അപ്പൊ ഇതൊക്കെ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ തന്നെയാ. പിന്നെ ഷെബിൻ എന്നൊരു വ്യക്തിയാണ് പൊന്നുവിന്റെ എല്ലാം. ഇപ്പോൾ ഇൻസ്റ്റയിലായാലും യൂട്യൂബായാലും അവളെ മേക്കപ്പ് ആയാലും ഞാൻ പറയട്ടെ, അവള് മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. രാത്രി 1 മണിക്കും 2 മണിക്കും വർക്ക് വരുന്ന പോണു. ഇവളെ ഒറ്റയ്ക്ക് ഇവിടെ ഇറക്കി വിടാൻ പറ്റുമോ? നീ പൊക്കോ, നീ പറ്റുമ്പോൾ വർക്ക് ചെയ്തോ അവൻ അപ്പോൾ അവൾക്ക് സപ്പോർട്ടായിട്ട് അവളെ കൂടെ ഒരാൾ വേണം. വേണ്ട, അവർ 2 ആൾ കൂടിയിട്ടാണ് വർക്കിന് പോകണം. അവർ 2 ആൾ കൂടി ഇത് അറിയാണ്ടല്ല ചൊറിയണമെന്ന് അറിയാം. എന്നാലും ഞാൻ ചൊറിയിച്ചെല്ലാം ഒരു മണിമരുന്ന് കൊടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്നവരോട് ആരോടും അല്ല, വ്യക്തിപരമായിട്ട് ആരോടും അല്ല. പക്ഷേ നമ്മൾ ഗതികെടുമ്പോൾ പ്രതികരിച്ച് പോണ കുറച്ച് കാര്യങ്ങളാണ്. അപ്പം ഇത്ര ഉള്ളവരെ വയലൻ്റ് ഒന്നുമില്ല. ഇന്ന് ഞങ്ങൾ ഹാപ്പിയാണ്. കുറച്ചാളും കൂടി ഈ സീറോടൊക്കെ കഴിക്കുന്നതിൻ്റെ ഒരു വിഷമം ഉണ്ടെങ്കിലും അരമണിക്കൂർ നടക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നടക്കും. അല്ല, ഞാൻ നേരത്തെ നടക്കാന്ന് വിചാരിച്ചാ പിന്നെ ഉണ്ണിയുടെ രക്ഷയും കാണില്ല. അല്ല, ഈ നടക്കാറില്ല കേട്ടോ. മഞ്ഞ മനുഷ്യ കാപ്പൊക്കെ 5:30 തലയിൽ ഒരു തൊപ്പിയൊക്കെ ഇട്ട് നടക്കാൻ, തൊപ്പി വെച്ച് മുടി കഴിഞ്ഞു പോകും. അത്ര അത് അങ്ങനെയല്ല നോക്കി ചിലപ്പോ നടക്കിട്ട് വരില്ല, നടക്കാണ്ട് ചിലപ്പോള് വയ്യ. എനിക്ക് അത് പറയണം. മരുന്നുകൾ കഴിച്ചിട്ട് ഞാനായിട്ടല്ല നടക്കുന്നത്. മരുന്നിന്റെ ആദ്യമൊക്കെ പറഞ്ഞ മാതിരി മരുന്നിന്റെ ഇത്ര തൈറോയിഡിന്റെ ഗുളിയുടെ ഡപ്പായിരുന്നു. അത് പോയിട്ട് അലർജിയുടെ ഇപ്പൊ കുറച്ചുകൂടി വലുതായി. ഇപ്പൊ വലിയ ഇത്ര പോകുന്ന ബോക്സ് ഇൻസുലിൻ വലിയ പുള്ളിയായിട്ട് നടക്കുന്നത്. എന്താ ചെയ്യാ? ഇത്രയും പറഞ്ഞ് നിങ്ങൾ നിർത്തുകയാണ്. ആർക്കേലും വിഷമമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ തന്നെ, അതായത് ചൊറിഞ്ഞവർക്കുള്ളതാണ്, വേറെ ആർക്കും വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് സ്നേഹിക്കണമല്ല. അത് സ്വയം നിങ്ങളൊന്ന് ആലോചിച്ചു. അതിനോടൊരു അമ്മ നെഗറ്റീവിന് പ്രതികരിക്കേണ്ട. പക്ഷെ ഞാൻ പറയട്ടെ, നീ ഈ കമന്റ് ഇട്ടാൽ നിങ്ങൾ തന്നെ അറിയും. നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിണ്ടാണ്ടിരിക്കും? ഇല്ല, ആരും മിണ്ടാണ്ടിരിക്കില്ല. എല്ലാവരും പ്രതികരിക്കും. നമ്മുടെ ശരീരത്തിൽ രക്തോട്ടുണ്ട്. നമ്മള് കാര്യങ്ങളാണ്. പൊന്നൂന് ഏത് തരത്തിലാണ് ഇത്രയും കാശായി? അവരെങ്ങട്ടാ പോണത്? നിങ്ങൾ അവരെ ചാനലും ഞങ്ങളുടെ ചാനലും പൊന്നൂന്റെ പോണത്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു വാഴ വെച്ചു. ഞാൻ പറഞ്ഞില്ല, സത്യസന്ധമായിട്ട് പറയണ നമ്മളൊരു തെറ്റായ വഴിക്ക് ഇതുവരെ പോയിട്ടില്ല, പോണുമില്ല. ഇനിയിപ്പോ അങ്ങനെ പോണവരുണ്ടെങ്കിൽ ഏത് സമയം പിടിക്കപ്പെടണോ ആ സാഹചര്യം. ഒരാളെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന്റെ അറ്റം തോൽവിയായിരിക്കും. ഞാൻ ജയിക്കാനായിട്ട് ജീവിക്കണില്ല, ജീവിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കണുള്ളൂ. ഒരിക്കലും ആരെയും ജയിക്കാനോ തോൽപ്പിക്കാനോ വേണ്ടി ഞാൻ ജീവിക്കണില്ല. ഞങ്ങൾക്ക് തോൽക്കാണ്ട് ജീവിക്കാൻ വേണ്ടി ജീവിക്കണമെന്നുള്ളൂ അല്ലേ? ഞങ്ങൾക്ക് ജീവിക്കണേ ലോകത്ത്. എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ എൻ്റെ മക്കളുടെയും കൂടെ സന്തോഷമായിട്ട് നല്ലൊരു ഭാര്യയും നല്ലൊരു അമ്മയും നല്ലൊരു കുടുംബിനായിട്ട് ജീവിക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പിടിച്ചെല്ലാം അടക്കണേൻ്റെ അല്ല, അവരെ തോൽപ്പിക്കണം, അവരുള്ള വൈരാഗ്യം, അവരെക്കാൾ വലിയ വണ്ടി എടുക്കണം, അല്ലെങ്കിൽ അവരെക്കാൾ മുതിരണം. ആ പിടിച്ചു ചാട്ടത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു നാൾ കട്ടാൽ പലനാൾ കട്ടാൽ ഒരു നാൾ പിടിക്കപ്പെടും. ആ ഒരു ഓർമ്മ നമ്മൾ ഈ സുഖം തേടി പോണവർക്ക്, അതായത് അതിന്റെ ബാക്കി ഭാഗങ്ങൾ ചിന്തിക്കാം. ഇത് ആരായാലും പൊതുവെയുള്ള ആൾക്കാരോട് ഞാൻ പറഞ്ഞു, എന്തായാലും ഭർത്താവിനെ കളഞ്ഞു പോണവരായാലും മക്കളെ കളഞ്ഞു എല്ലാവരോടും കൂടിയിട്ടാണ്. നമുക്ക് ആരും കളഞ്ഞു പോയത് നമുക്ക് നല്ല ജീവിതമൊന്നും കിട്ടില്ല. പക്ഷെ നമ്മളെല്ലാവരും ചേർത്ത് പിടിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തില് സന്തോഷവും സുഖവും. മക്കളുടെ ഒരു കാര്യത്തിന് ഇടപെടില്ല, ഭർത്താവിന്റെ ഒരു കാര്യത്തിന് ഇടപെടില്ല. അവസാനം എല്ലാം ബർത്ത്ഡേ ഉണ്ടായി, എന്റെ ജീവൻ, എന്റെ ദൈവം അല്ല, എന്റെ മോൻ, ഈ വീടിന്റെ നാഥൻ ദഹിക്കണ മാതിരി, അതിനോട് ഒരു യോജിപ്പില്ല മക്കളെ. നിങ്ങൾ യൂട്യൂബ് കാണുന്നുണ്ടോ? കുട്ടിയൊരു പരസ്യം. അതെ, ഞങ്ങള് പോകുമ്പോൾ ഞങ്ങളുടെ വണ്ടിയുടെ ബാക്കില് യൂട്യൂബിന്ന് എഴുതി നിങ്ങൾക്കൊക്കെ കാണുന്നുണ്ടോ എന്ന് ചോദിക്കണത് അവൻ. എന്നുവെച്ചാൽ ഇതുപോലെ 1-2 കാറിൽ പോണവരൊക്കെ ടാറ്റ കൊടുത്തിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഈ മാസം 15-ാം തീയതിക്കുള്ള ഒരുപാട് ഫംഗ്ഷൻ ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് നിങ്ങളുടെ അവിടുത്തെ കുതിരവേല വരുന്നുണ്ട്. അത് അപ്പൊ നമ്മുടെ നാട്ടിലെ കുതിരവേലയാണ്. ഇന്ന് 12-ാം തീയതി അല്ലേ? 13-ാം നമ്മുടെ നാട്ടിലെ കുതിരവേലയാണ്. അതായത് തിരുത്തിക്കാട് പോർക്കോളം പ്രദേശത്തെ കുതിരവേല. അത് ലൈഫിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ നല്ല വിശേഷമാണ് കേട്ടോ കുതിരവേല. അപ്പൊ എല്ലാരും കുതിരവേല പടത്ത് വരിക കാണാം.
എല്ലാരും വരണം. കുതിരവേലപ്പാടത്തേക്ക് ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളും അവിടെ ഉണ്ടാവും. രാത്രി തൊട്ട് നേരം എടുക്കണം. പൂരത്തിനാരും പിന്നെ പറയും ഇത് കുതിരവേല. പൂരം അടുത്ത വീട് സമയായി. അപ്പൊ കുതിരവേലക്ക് ഞങ്ങള് രാത്രി തൊട്ട് നേരം എടുക്കണവർ അവിടെ ഉണ്ടാവും. അപ്പൊ ഇത്രയും പറഞ്ഞോണ്ട് ഞങ്ങൾ പോവാണ്. ഞങ്ങളുടെ കാർത്തൂന്റെ പേരിൽ ചടങ്ങാണ് 6-ാം തീയതി. എല്ലാരും നേരത്തെ വരിക കേട്ടോ. അടി നമ്മുടെ കാത്തുമോളുടെ പേരിലാണ്. കാറ്റുമോളെ അങ്ങനെ ഞങ്ങള് കാറ്റുമോളാണ് ഇത്. ഞങ്ങളുടെ തുന്തിരി മോളാണ്. അപ്പൊ ഇത്തിരി പറഞ്ഞ് ബായ് പറഞ്ഞ് കാത്തുമോ ബായ് പറഞ്ഞ് കൊടുക്കമ്മണി അണ്ടി.